കേന്ദ്രമന്ത്രിയും എംപിയും ആയെന്ന് കരുതി സൗജന്യമായി ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് പറയുകയാണ് നടനും കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എംപി എന്ന നിലയിൽ തന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ട. സിനിമാ നടൻ എന്ന ലേബലിലായിരിക്കും താൻ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുക. അതിനുള്ള പണം വാങ്ങിയേ പോകൂ. ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നാണ് BJP നേതാവിന്റെ പുതിയ വാദം. മന്ത്രിയായെങ്കിലും സിനിമയിൽ നിന്ന് മാറില്ല എന്ന വ്യക്തമായ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. ഞാൻ ഇനിയും സിനിമകൾ ചെയ്യും. എന്റെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ. അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും. അതിന് പിരിവുണ്ടാകില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ പിരിവുണ്ടാകുമെന്ന ഉറപ്പും സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യമായി BJP ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചയാളാണ് സുരേഷ് ഗോപി. 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനവും ലഭിച്ചത്. 2019 ആദ്യമായി സുരേഷ് ഗോപിയെ തൃശൂരിൽ BJP പരീക്ഷിച്ചത്. 2014 മണ്ഡലത്തിലെ BJPയുടെ വോട്ട് വിഹിതം കേവലം 11.15% 2019 സുരേഷ് ഗോപിക്ക് ഇത് 28.19 ഉയർത്താനായി 17.04% വർധനവാണുണ്ടായത്. മുന്നേറ്റം 2024 ആവർത്തിക്കാനും സുരേഷ് ഗോപിക്ക് സാധിച്ചു. ഇത്തവണ വോട്ട് വിഹിതം 37.80% ഉയർന്നു. നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ 2019 ഗുരുവായൂർ മണ്ഡലത്തിൽ 45% വോട്ടുകളാണ് അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപൻ നേടിയത്. അന്ന് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 23.5% വോട്ട് നേടി 3ാം സ്ഥാനത്തായിരുന്നു എത്തിയത്. ഇത്തവണ ഗുരുവായൂരിൽ 45,049 വോട്ടുകൾ നേടി സുരേഷ് ഗോപി രണ്ടാമതെത്തി. 2021 62,493 വോട്ടുകൾ നേടി മന്ത്രി R ബിന്ദു ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 25,830 വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം നൽകിയത്. ഇടതുപക്ഷത്തിന് 17,471 വോട്ടുകൾ ഇവിടെ നഷ്ടപ്പെട്ടപ്പോൾ UDFന് 10,045 വോട്ടുകൾ കുറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ 55,057 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. 30.7% വോട്ടുകൾ നേടി 2019 രണ്ടാമതെത്തിയ സുരേഷ് ഗോപി 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 14,600 വോട്ടുകൾ അധികം നേടി. മണ്ഡലത്തിൽ 2,377 വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞപ്പോൾ 10,010 വോട്ടുകൾ ഇടത് സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞു. കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ജനവിധിയായിരുന്നു തൃശൂരിലേത്. സംസ്ഥാനത്തെ താരമണ്ഡലങ്ങളിലൊന്ന്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തൃശൂരിൽ പോരു തുടങ്ങിയിരുന്നു. സീറ്റുറപ്പിച്ച BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രചരണം ആരംഭിച്ചിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM-നെതിരെ ജാഥ നയിച്ചുകൊണ്ട് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചരണത്തിന് ആവേശം പകർന്നു. പിന്നീട് കണ്ടത് 3 മുന്നണികളുടെയും കാടടക്കിയുള്ള പ്രചരണമായിരുന്നു. പക്ഷേ വിജയം BJPക്കായിരുന്നു. കേരളമാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ദിനമായിരുന്നു അത്.